എൻ്റെ പേര് ബിനു പൗലോസ് മാമ്പള്ളി എന്നാണ് വീട്ടും പേര്. പിന്നെ എൻ്റെ ഭാര്യ റിൻസി. പിന്നെ ഞങ്ങൾ ഇരിങ്ങാലക്കുട രൂപത പുളിപ്പറമ്പാണ് ഞങ്ങളുടെ സ്ഥലം, ഇടവക. പിന്നെ എനിക്ക് 4 മക്കളാണ്. മൂന്നാമത്തെ ആള് അന്ന മരിയ ബിനു, രണ്ടാമത്തെ ആള് ഹന്ന മരിയ ബിനു, മൂന്നാമത്തെ ആള് ഇവാന ബിനു, നാലാമത്തെ ആള് ഇമ്മാനുവൽ ബിനു. പിന്നെ കൂടെ ഞങ്ങളുടെ റിൻസിയുടെ അമ്മയും കൂടി ഉണ്ട്. ആദ്യത്തെ ആള് അന്ന മരിയ. അവള് നന്നായിട്ട് പാട്ട് പാടും, പിന്നെ ഗാനമേളയ്ക്കൊക്കെ പാടും, കൊയറിനുണ്ട് പള്ളിയിൽ. പിന്നെ ഇപ്പോൾ ഉപജില്ലാ കലോത്സവം, അങ്ങനെ കലോത്സവത്തിന് അവൾക്ക് പോകുമ്പോൾ ഒക്കെ എല്ലാം സമ്മാനം വാങ്ങിച്ചിട്ട് തന്നെ അവൾ വരാം. അവൾക്ക് നല്ല കഴിവാണ് പാട്ട് പെട്ടെന്ന് പഠിക്കാനും ഒക്കെ. പിന്നെ അവളെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊന്ന് വയ്യായി ഉണ്ടെങ്കിൽ തന്നെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അടുക്കളയിൽ പാത്രം കഴുകാനും, അല്ലെങ്കിൽ തുണി അലക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിരിച്ചിടാനും, അടിച്ചു വാരി തുടയ്ക്കാൻ, എന്ത് വേണമെങ്കിലും ചെയ്തു തരും. അങ്ങനെയാണ്. രണ്ടാമത്തെ ആള് ഹന്ന മരിയ. ആള് ഭയങ്കര സൈലൻ്റാണ്. പക്ഷെ ആള് സൈലൻ്റ് ആണെങ്കിൽ ആൾ ഉള്ളിൽ ഒതുക്കാണ്. ദുഃഖങ്ങളൊക്കെ വന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊന്നും പറയില്ല, ഞങ്ങൾക്ക് വിഷമാവെന്ന് വെച്ചൊന്നും പറയില്ല. പക്ഷെ ആൾ കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ മൂന്നാമത്തെ ആള് ഇവാന ബിനു. ആള് ഭയങ്കര മിടുക്കിയാണ്, ഇത്തിരി കേമത്തിയാണ്. പിന്നെ കുഞ്ഞാളെയൊക്കെ നല്ല ശ്രദ്ധയാണ്, നല്ല സ്നേഹമാണ്. നാലാമത്തെ ആള് ഇമ്മാനുവൽ ബിനു. ഇപ്പം ചേച്ചിമാരെ കണ്ടിട്ടാണ് അവൻ വളരണത്. അപ്പം അവനായാലും പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവർക്കും സ്തുതി കൊടുക്കുമ്പോൾ ഇപ്പം അവനും സ്തുതി കൊടുക്കാനും ഈശോയെ എന്ന് പറയാനും കുരിശ് വരയ്ക്കാനും ഒക്കെ അവനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരണം. എനിക്ക് വിവാഹത്തിന് മുമ്പ് ആഗ്രഹം 7 മക്കൾ വേണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളുണ്ടായിരുന്നില്ല, 3 വർഷത്തിന് ശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടികളില്ലാത്ത സമയത്ത് ഞങ്ങളെ ആരും ഒരു ഫംഗ്ഷന് വിളിക്കില്ല, വിളിച്ചാൽ തന്നെ ഞങ്ങളെ മാറ്റി നിർത്തും. ഇപ്പോൾ മാമുദീസയ്ക്ക് പോയാലും കുട്ടികളെടുക്കാൻ തരില്ല. അങ്ങനെയൊക്കെ അനുഭവം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുന്നേ തുടങ്ങി എനിക്ക് ആഗ്രഹമുണ്ട് കുറേ കുട്ടികൾ വേണം. അപ്പോൾ പിന്നെ ഒരാളായി 2 ആളായി. പിന്നെ കുട്ടികൾ കൂടുന്തോറും ഞങ്ങളുടെ സന്തോഷം കൂടണം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അങ്ങനെ താല്പര്യമായി. അങ്ങനെ 4 ആളായി. ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും പക്ഷേ കുട്ടികൾ ഉണ്ടാവുന്നതോടുകൂടി ആളുകൾ പുറത്തുനിന്ന് പറയും ഇത് 4ാമത്തെ ആയി എങ്ങനെ നോക്കും എന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഈശോ ആണ് നടത്തി തരണത്. ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഈ റിൻസി പറഞ്ഞ അതേ അനുഭവം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളില്ലാത്ത ദുഃഖം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു ധ്യാനത്തിന് പോയി കഴിഞ്ഞ പിറ്റത്തെ മാസം തന്നെ റിൻസി ഗർഭിണിയാവുന്നു. പിന്നെ പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ അടുത്തു. പിന്നെ ദൈവത്തിന് ശരിക്കും അറിഞ്ഞു ഞങ്ങൾ അതോടുകൂടി. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ദൈവമാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളിപ്പോൾ ഇല്ലായ്മ തന്നെയായാലും നമ്മൾ പ്രാർത്ഥന വെച്ച് നമ്മുടെ ഒരു വിശ്വാസം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കൈ പിടിച്ച് നമ്മളെ സഹായത്തിന് എത്തും, ദൈവം എത്തിക്കും. ഇതേവരെ ജീവിതത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയുക, സമ്പത്താണ്. അത് ഞങ്ങളെ കുട്ടികളെ നോക്കുന്നത് നമുക്ക് ഇതുവരെയായിട്ടൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കായിരുന്നു ആദ്യം 3-4 കുട്ടികളെ എങ്ങനെ നോക്കും, ഇതൊക്കെ നമ്മൾ ജോലി കാര്യങ്ങൾ. പക്ഷെ നമ്മൾ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ 1 കുട്ടിയായി, 2 കുട്ടിയായി, 3 കുട്ടി, 4 കുട്ടിയായി. ഇതേവരെ ഞങ്ങൾക്ക് കുട്ടികളെ നോക്കേണ്ട ഒരു വിഷമം ഞങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം ഞങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാണ്. അതാത് ദിവസത്തെ കാര്യങ്ങൾ ഒന്നും ഞങ്ങൾക്കൊരു സമ്പാദ്യങ്ങൾ പോലും ഇല്ല. പക്ഷെ അന്നാന്നത്തെ കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് ഭംഗിയായിട്ട് നടത്തി തന്നിട്ട് ഈ നിമിഷം വരെ. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ മരത്തിൽ രൂപങ്ങൾ, കൊത്തുപണികളാണ് എൻ്റെ ജോലികൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ജോലി എനിക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ ജോലി എന്ന് പറഞ്ഞത് കുറച്ച് നാളുകളായിട്ട് നിന്നുപോയി. അപ്പോൾ അതിൻ്റെതായൊരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ജോലി നിന്ന് പോയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് പണിക്ക് പോകും, പോളിഷ് പണിക്ക് പോകും. അങ്ങനെ കിട്ടുന്ന ജോലികൾക്കൊക്കെ ഞാൻ പോയാണ് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കൈ പിടിച്ച് ഉയർത്താൻ നമ്മൾ ഇപ്പോൾ സിസ്റ്റേഴ്സ് ആയാലും, ഇപ്പോൾ പള്ളിയിലെ അച്ഛന്മാരായി തന്നെയായാലും, പിന്നെ കുട്ടികളെ സൺഡേ ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർ, അങ്ങനെയൊക്കെ നമ്മൾ കൈ പിടിച്ച് ഉയർത്താൻ കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് കൊണ്ട് മുന്നോട്ട് ദൈവം കൂടെ ഉള്ളത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ കൊണ്ട് നടക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, മൂത്ത ആളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, പപ്പയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പപ്പടയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലാവുമ്പോൾ അവൾ 3 ആളെയും വിളിച്ച് ഈശോയുടെ അടുത്ത് മുട്ടുകുത്തി നിൽക്കും.
എന്നിട്ട് കൈ വിരിച്ച് നിന്നിട്ട് ഒരു ജപമാല ഫുൾ എത്തിക്കും. എന്നിട്ട് അവർ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ഒരു പേപ്പറിനകത്ത് എഴുതി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. ഈശോയെ എനിക്ക് ഇതൊക്കെ വേണം കേട്ടോ, ഞാൻ ഈ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രഹസ്യം അഞ്ചാമത്തെ രഹസ്യം എത്തിക്കുമ്പോഴത്തേക്കും അവളുടെ ആവശ്യത്തിനുള്ളത് അവൾക്ക് എത്തും, ആരെങ്കിലും വഴിയായി എത്തും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ വിശ്വാസം അത്രയും ആഴത്തിലാണ്. അപ്പോൾ അവർക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ സ്കൂൾ തുറന്നു, ഇപ്പൊ പുസ്തകങ്ങളില്ല, ബാഗില്ല. അപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ഇന്നതൊക്കെ വേണം ഈശോയെ എന്നും പറഞ്ഞ് എഴുതി വെച്ചു. 3 ആൾക്കുള്ളത് ഈശോ തരുന്ന അവൾക്കറിയാം. അപ്പൊ അവരുടെ വിശ്വാസം അങ്ങനെയാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി, ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി പോകുള്ളൂ. എനിക്ക് യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് പിള്ളേരൊക്കെ കൊണ്ട് ഇപ്പം നമ്മൾ പള്ളിയിൽ തന്നെ ആയാലും ഇപ്പോൾ പുറത്തേക്ക് വേറെ എവിടേക്കെങ്കിലും ഒരു കല്യാണത്തിന് തന്നെ ആയാലും ഞാൻ പോകുമ്പോൾ എല്ലാവരും കൂട്ടിയേ പോകുള്ളൂ. അത് എൻ്റെ ഉള്ളിലൊരു തൃപ്തിയാണ്, സന്തോഷമാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് എൻ്റെ മനസ്സിൽ പറയുന്നത്. അത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോണത് ഒന്നല്ല കൊരട്ടിപ്പള്ളി അല്ലെങ്കിൽ ചെട്ടിക്കാട്, അങ്ങനെ പള്ളികളിലേക്കാണ് ഞങ്ങൾ മെയിൻ പോവുക. വൈകുന്നേരം ആകുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോവും. അപ്പോൾ പിള്ളേരുകൾ പോയി അവിടെ പോയി പ്രാർത്ഥിക്കുക, എല്ലാവരും ഒരുമിച്ച് പോവാം. പിന്നെ അതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിലും എപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അത് അവരുടെ ഒരു സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും വൈകുന്നേരം ആയാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാനിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് അവരവരുടെ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ പറയും, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഞങ്ങൾക്ക് എന്തുണ്ടാവണോ, എന്ത് അനുഭവങ്ങൾ ഉണ്ടാവണത് അവരുമായിട്ട് പങ്കുവെക്കും. അവരും ഞങ്ങളോട് പറയും. അവർ മാറ്റി നിർത്തില്ല, കുഞ്ഞുങ്ങളല്ലേന്ന് വെച്ച് മാറ്റി നിർത്തില്ല. അവരുടെ അഭിപ്രായങ്ങൾ പറയും. അപ്പം അത് അവർക്ക് സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാവരും പള്ളിയിൽ പോകും. പിന്നെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 7:30 ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കും. കാറ്റസിനായാലും 3 കുട്ടികളും കാറ്റസിനായാലും നല്ല ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പറയും എന്തൊരു നല്ല കുട്ടികളാണ്. പള്ളിയിൽ നിന്ന് ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കാനും അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ ഈശോയോട് പറയാനും എനിക്ക് തോന്നണില്ല. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്ക് അത്രയും ആത്മീയമായിട്ട് വളർച്ച വന്നു എന്ന് പറയുമ്പോൾ എനിക്കും അതൊരു സന്തോഷം, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ ആവശ്യങ്ങൾ ഈശോയോട് നേരിട്ട് പറഞ്ഞ് അവർക്കിപ്പോൾ ഒരു ചെറിയ അനുഭവം പറയാം. ഇപ്പോൾ കുഞ്ഞ് 3ാമത്തെ ആളുടെ ബർത്ത്ഡേക്ക് അവള് പപ്പയുടെ കയ്യിൽ കേക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് തോന്നിയപ്പോൾ അവള് പറഞ്ഞു എൻ്റെ സ്വർഗത്തിലെ പപ്പ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കൈ പിടിച്ചു നിന്ന് പറയാണ്, കുഞ്ഞാവല്ലേ അവള്, ഈശോ എനിക്ക് കേക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ പപ്പയുടെ ഇപ്പോൾ കാശില്ലാന്ന് തോന്നണേ, പപ്പയ്ക്ക് വിഷമാവും ഞാൻ പറയാനില്ലാന്ന്. അപ്പോൾ ഒരു 5 മണിയായപ്പോൾ ഒരു 2 ആളുകൾ വന്നിട്ട് കുഞ്ഞവിടെ ബർത്ത്ഡേ അല്ലേ ഇതാ കേക്ക് എന്ന് പറഞ്ഞ് ഈശോ തന്നയച്ചതാന്ന് പറഞ്ഞിട്ട് അവളുടെ കൊടുത്തു. അപ്പോൾ അവൾ ചോദിക്കുക ഈശോ ആണോ? അപ്പം അത് ഈശോ ആണ്. അപ്പോൾ അവൾ ഉറച്ച് വിശ്വസിക്കുകയാണ് ഈശോ ആണ് തന്നയച്ചതെന്ന്. അപ്പോൾ അവരുടെ അത്രയും വിശ്വാസമാണ് അവർക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങളായാലും പള്ളിയിൽ പോകുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയും ഇപ്പോൾ എന്നാൽ വൈകി പോകണ്ട, പക്ഷെ അവർ പറയും എനിക്ക് പള്ളിയിൽ പോകണം. അപ്പം അങ്ങനെയുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. കാറ്റസിനായാലും നന്നായിട്ട് പഠിക്കലും. മൂത്ത ആളാണെങ്കിൽ കൊയറിനുണ്ട്, അപ്പോൾ അവള് പാട്ട് പാടലും എല്ലാം നല്ല രീതിയിലാണ് മക്കള് വളരുന്നത്. എത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു, എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളൊത്തറിയം അമ്മച്ചിയെന്നെ അണിച്ചു, മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. എത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു, എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. എനിക്ക് 8 സർജറി കഴിഞ്ഞതാ. പക്ഷേ
എല്ലാത്തിലും ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഈ സർജറിക്കൊക്കെ പോകുമ്പോൾ ഒന്നുമില്ല, 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തൈറോയിഡിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഈശോട് പറഞ്ഞു. പപ്പ പറഞ്ഞു, പപ്പയ്ക്ക് ഭയങ്കര ടെൻഷനായി. തലേ ദിവസം പപ്പ ഇരുന്ന് ബൈബിൾ വായിച്ചു. പപ്പയ്ക്ക് വചനം കിട്ടി. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാണ്, നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട. പക്ഷേ സർജറിയും കഴിഞ്ഞു, എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു, ഇത്ര 8 ഓപ്പറേഷനുകളും എല്ലാം കഴിഞ്ഞു. എല്ലാം ഈശോ ആണ് തന്നത്. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായിട്ടല്ല ഞങ്ങളിതൊന്നും ഹോസ്പിറ്റൽ കേസുകളും ഒക്കെ ഒന്നും മുന്നോട്ട് പോകണത്. എല്ലാം ഈശോ ആണ് നടത്തി തരുന്നത്. അത് വലിയ ഒരു അനുഭവം തന്നെയാണ്. ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞാൻ മുന്നേ ബൈബിൾ പ്രാർത്ഥിച്ച് എടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് കുട്ടി ഉണ്ടായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എല്ലാ ഡോക്ടർമാരും ഞങ്ങളെ വിളിപ്പിച്ചു. കൊച്ചിന് കിട്ടില്ല എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് കുട്ടിയെ. അതെന്ന് വെച്ചാൽ അവൾക്കൊരു കിഡ്നി ഇല്ല, വളർച്ചയില്ല, 7 മാസത്തിലെടുക്കണം. അപ്പോൾ ഞാൻ അന്ന് സെൻറ്റ് ജെയിംസിലായിരുന്നു. ഞാൻ അന്ന് ഇത് ഡോക്ടർമാരെല്ലാവരും വിളിപ്പിച്ചു. ഞാൻ നേരെ പോയത് ഇപ്പം വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ മൂത്ത മകള് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവൾക്കൊരു കിഡ്നി ഉണ്ടായിരുന്നില്ല, പിന്നെ വളർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ 7-ാം മാസത്തിൽ എടുക്കണം. അപ്പോൾ സെൻറ്റ് ജെയിംസിൽ ഡോക്ടർമാരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോക്കോ, PVSയിലേക്ക് എവിടേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അറിയില്ല, ഫസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാനപ്പോൾ ഡോക്ടർമാരുടെ അടുത്തുനിന്ന് പോന്നിട്ട് ഞാൻ നേരെ പോയത് സെൻറ്റ് ജെയിംസിലായിരുന്നുകൊണ്ട് ഞാൻ നേരെ ചാലക്കുടി പള്ളിയിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നിന്റെ ഉള്ളിൽ ഒരു മുളയെ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്, അതിന് ഞാൻ വളർത്തും എന്നുള്ളൊരു വചനം എനിക്ക് കിട്ടിയത്. അങ്ങനെ എനിക്ക് ആ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിന് എനർജി വന്നു. ആ എനർജി വന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഡോക്ടർമാരുടെ അടുത്ത് വന്നു, എനിക്ക് എൻ്റെ കുട്ടിയെ വേണം, ഞാൻ PVSയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും ഒരുപാട് കാശൊക്കെ ആവും, കുഴപ്പമില്ല, എന്നാലും എനിക്ക് എൻ്റെ കൊച്ചിനെ വേണം. ആ ഒരു വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ഞങ്ങൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് PVSയിലേക്ക് പോയി ചെന്നു. പിറ്റത്തെ ദിവസം തന്നെ അവളെ സർജറി എടുത്തു. അപ്പോൾ കൊച്ചിനെ പുറത്തെടുത്തപ്പോഴും ശ്വാസം എടുക്കാനുള്ള കഴിവുണ്ടായില്ല. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തന്നതാണ് എൻ്റെ മൂത്ത മകളെ. അത് ദൈവം ഒരിക്കലും എന്നിൽ നിന്ന് എടുക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, കൊച്ചു ശ്വാസം എടുക്കണില്ല, അപ്പോൾ ഒരു ഇഞ്ചക്ഷന് 6000 രൂപ വരും, അപ്പോൾ അത് എടുക്കേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലത് പ്രാർത്ഥനയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയാണ് എടുക്കേണ്ടി വരില്ല എന്നുള്ള വിശ്വാസം. കാരണം എൻ്റെ ഒരു സാമ്പത്തികമില്ല. അപ്പോൾ ഡോക്ടറെ പിറ്റേ ദിവസം നേരം വിളിച്ചു പറഞ്ഞു, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നില്ല, മോള് ശ്വാസം എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഇന്നും ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്, ഞങ്ങൾ മക്കളിലേക്കും പകരുന്നത് അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നിമിഷം വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ധ്യാന സ്ഥലത്ത് പോയിട്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടണ്ട. എല്ലാം വരും. ഞങ്ങളുടെ ജീവിതത്തിൽ വരാത്തതൊന്നുമില്ല. എല്ലാം വന്നിട്ട് നമ്മളങ്ങോട്ട് ആവശ്യമാകും. പക്ഷെ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തരും. എന്ത് ദുരിതം വന്നാലും ഞങ്ങൾ ഈ നിമിഷം വരെ ഉയർത്തെഴുന്നേറ്റ് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ അടികുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന കുടുംബം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. റിൻസി നല്ലൊരു കുക്കാണ്, നല്ലോണം പാചകം ചെയ്യും. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും
എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ എന്ത് കാര്യത്തിനായാലും സപ്പോർട്ട് ചെയ്യും. എല്ലാം നല്ലൊരു കെയറിങ് ആണ്. എല്ലാവരെയും, എന്നെ ആയാലും മക്കളെ ആയാലും നല്ലൊരു കെയറിങ് ആണ്. ഇപ്പം എവിടെ തന്നെ യാത്ര പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് വിടില്ല. കൂടെ തന്നെ എന്ത് കാര്യത്തിനായാലും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്, കെയറിങ് ആണ്. എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. കൂട്ടുകുടുംബം നല്ലതാ. കുട്ടികളെ അവർക്ക് കണ്ട് മനസ്സിലാക്കാനും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളും ഭക്തിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാനും പിന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒരേ രീതിയിൽ, പലരും പല അഭിപ്രായങ്ങളായിരിക്കാം. പക്ഷെ അതൊക്കെ കണ്ടും പുറത്തും സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കൂട്ടുകുടുംബമാണ്, എല്ലാവരും ഷെയർ ചെയ്യലും, അത് കുട്ടികൾ കണ്ട് വളരണം. പിന്നെ ഞാൻ ഇവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എന്തായാലും വൈകിയേ കിടക്കുള്ളൂ, ഒരു 12 മണിയാവും. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ രൂപത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ബൈബിളിൽ എനിക്ക് ആ കറക്റ്റ് വാചകം എനിക്ക് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ. ഞാൻ എന്താണ് അനുഭവിക്കുന്നത് അത് ഞാൻ പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ അതിനുള്ള പരിഹാരം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടാണ്. അപ്പോൾ രാത്രികളിൽ ഞാൻ പ്രാർത്ഥിക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ എത്തേണ്ട സ്ഥലം വരെ ഞാൻ എത്തുകയാണെങ്കിൽ അത് ഞാൻ ഉള്ളിൽ പ്രാർത്ഥനയായിരിക്കും. എൻ്റെ ഉള്ളിൽ വചനങ്ങൾ പറയും, പ്രാർത്ഥന ചെയ്യും. ഞാൻ പള്ളിയിൽ പോണേക്കാളും മുന്നേ ബൈബിള് കുറച്ച് നേരം വായിക്കും. ബൈബിളിൻ്റെ ഓഡിയോ വെക്കും. പിന്നെ പള്ളിയിൽ പോയി വന്ന് കുട്ടികളൊക്കെ പോകുമ്പോൾ ഞാൻ ജപമാല എത്തിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നാളെ കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ ഇത്ര പ്രാർത്ഥിക്കാറുള്ളൂ, എനിക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണം. ഇപ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും ടെൻഷൻ അടിക്കും. ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ യേശു അതിൽ ഇടപെടും എന്ന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. എല്ലാം ഈസി ആയിട്ട് നടന്നു പോകുന്നുള്ളതാണ്. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാത് കാര്യങ്ങൾ ആർക്കായാലും ദൈവം നടത്തി തരും. 100% ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി അറ്റെത്തി. എല്ലാവരും പറഞ്ഞു ക്യാൻസറാണ്, സ്പ്രെഡായി. പക്ഷേ ആ ലാസ്റ്റ് നിമിഷത്തിൽ വന്നപ്പോൾ ആ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞു. പിന്നെ ഡോക്ടർമാർ പറഞ്ഞത് മൊത്തം സ്പ്രെഡായിട്ടുണ്ടാവും എന്നാണ്. പക്ഷേ വേറെ സ്പ്രെഡായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇതുവരെ ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. യേശുവിൻ്റെ ഇടപെടൽ തന്നെയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടന്നു പോകും. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. കുട്ടികളെ വിളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ എല്ലാവരും പള്ളിയിൽ പോവും. പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കും. അത് കഴിഞ്ഞ് അവരെ സ്കൂളിലേക്ക് റെഡിയാക്കി പ്രാർത്ഥിച്ച് പിന്നെ അവരെ പറഞ്ഞയക്കും, സ്കൂളിലേക്ക് പറഞ്ഞയക്കും. അവർ വരുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉടുപ്പ് തയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കും. അത് കഴിഞ്ഞ് അവർ വൈകിട്ട് വരുമ്പോൾ അവർക്ക് ചായ കൊടുത്ത് കുളിച്ചിട്ടാ ചായ കുടിക്കുക. അവർ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ പഠിക്കാനുള്ളത് പഠിച്ച് 7 മണിയാകുമ്പോഴത്തേക്കും കർത്താവിൻ്റെ മാലക എത്തിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും 7:30 കുടുംബ പ്രാർത്ഥന എത്തിക്കും. അപ്പോഴത്തേക്കും പിന്നെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയും കുറേ നേരം. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുരിശ് വരച്ച് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇപ്പോൾ പിണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കാണ് പിണക്കം ഇടാറുള്ളത്. ഏകദേശം ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റുകൾ ഒന്നാണ്. ഭക്ഷണ രീതി ആയാലും ഡ്രസ് ഇതായാലും എല്ലാം ഒന്ന് തന്നെയാണ്. പിണങ്ങാണെങ്കിൽ തന്നെയായാലും ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഞങ്ങൾ പിണക്കം മാറും. ഞങ്ങളെ സംബന്ധിച്ച് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല ഇതുവരെയായിട്ടും. ധ്യാനം കൂടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുട്ടി വന്നതും എല്ലാം വന്നതും.
അപ്പോൾ കുർബാന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ ധ്യാനം കൂടി സ്ഥലത്ത് പോയിട്ട് ഞാൻ കുർബാന കാണും. ആ ബലി അർപ്പിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷം, ഒരു സംതൃപ്തി വരും. അതെൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ മക്കളെ അന്ന് വൈകുന്നേരം കുർബാന പ്രാർത്ഥന ചെല്ലിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം നമുക്ക് കിട്ടാണ്. അത് ഞങ്ങൾക്കൊരു അനുഭവമാണത്. അങ്ങനെ മാതൃസംഘത്തിലുണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടി ഉണ്ടായതോടുകൂടി ഇപ്പോൾ അതിൽ പോകാൻ പറ്റാതായി. പിന്നെ കുട്ടികളൊക്കെ കാറ്റീസിൽ ആക്റ്റീവാണ്, അവരെ പഠിപ്പിക്കും, ഞാൻ തന്നെ അവരെ പഠിപ്പിക്കണേ. അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിയുക, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ദൈവം ഒരു വഴി തെളിച്ച് തരും. ഇപ്പോൾ ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെയും ആൾക്ക് വേണ്ടിയുള്ള പങ്കാളിയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മളിലേക്ക് എത്താനായിട്ട് പല തടസ്സങ്ങളും ഉണ്ടാവും. ആ തടസ്സങ്ങളെ മാറ്റി നിർത്തുക എന്നതിന് ഏക മാർഗം ദൈവത്തെ വിളിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ സാധാ മൊബൈലാണ്. പിന്നെ മമ്മിയുടെ ഫോണിലാണ് ഈ സ്കൂളിൽ ഇത് പഠിക്കലും കാര്യങ്ങളൊക്കെ പിള്ളേർ ചെയ്യണത്. അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ മമ്മി എടുത്ത് കൊടുക്കും, കാര്യങ്ങൾ നോക്കും. പിന്നെ അവർക്ക് പാട്ട് പഠിക്കാനുള്ളത് പാട്ട് പഠിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കും. ഒക്കെ ഞങ്ങൾ തന്നെ എപ്പോഴും കൂടുന്നു. കാരണം വെച്ചാൽ എൻ്റെ ജോലി വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാനും വൈഫും എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും. മക്കളും ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളില്ലാത്ത ടൈമില്ല. പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പുറത്തു പോകുക. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല നിയന്ത്രണമാണ്. അങ്ങനെയുള്ളത് ഇപ്പോൾ മക്കൾ കൂടുന്തോറും നമുക്ക് സന്തോഷം കൂടാ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഒരാളെ നോക്കുമ്പോൾ ഇപ്പോൾ 4 ആളെ നോക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ആരും വിചാരിക്കരുത്. ഒരാളെ നോക്കണ പോലെ അതിനേക്കാൾ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് 4 ആളെ നോക്കുന്നത്. വെച്ചാൽ 4-ാമത്തെ ആളാകുമ്പോഴത്തേക്കും മൂത്തവർ ഇളയവരെ നോക്കും. ഇപ്പം ഞങ്ങളുടെ മൂത്ത ആളാണ് മറ്റുള്ളവരെ കുളിപ്പിക്കലും ഒരിക്കലും ഒക്കെ ചെയ്യുക. അവരെ കണ്ടിട്ടാണ് മറ്റവരും വളരുക. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്ര നാൾ ഈശോ നമ്മളെ മക്കൾ കൂടുന്തോറും ഈശോയ്ക്ക് അറിയാം നമ്മളെ എങ്ങനെ മുന്നോട്ട് കൊണ്ട് നടക്കണം. അത് എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നടന്നു പോകുന്നുണ്ട്. മക്കൾ കൂടുന്തോറും നമ്മുടെ സന്തോഷം കൂടും, സമാധാനം കൂടും. അപ്പോൾ എല്ലാവരും 2 മക്കളിലൊക്കെ നിർത്താണ്ട് 3 4 അതൊക്കെയാണ് ഒരു കൂട്ടായ്മ. എപ്പോഴും കൂട്ടായ്മ ഉണ്ടാവും നമുക്ക്. അങ്ങോട്ട് നമുക്ക് പരസ്പരം അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഒരാളിലോ 2 ആളിലോ ഒതുങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് ധ്യാനം കൂടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് കുട്ടി ഉണ്ടായത്. അത് പിന്നെ ഞാൻ ധ്യാനത്തിന് പോയ സ്ഥലത്ത് അവിടെ വെള്ളിയാഴ്ചകളിലാണ് ആഴ്ചകളിൽ ധ്യാനമുള്ളത്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ വരെ എനിക്ക് പറ്റാവുന്ന വെള്ളിയാഴ്ചകളിൽ ഞാനവിടെ പോകും. പിന്നെ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ നോമ്പിന് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ധ്യാനത്തിന് പോയി. ഇടയ്ക്ക് പോകാറുണ്ട്, 3-4 പ്രാവശ്യം ധ്യാനത്തിന് പോകാറുണ്ട്. എല്ലാവരും കൂടി ഞങ്ങൾ പോകണേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനാണല്ലോ, മനുഷ്യൻ ബലഹീനനാണ്. നമുക്ക് എപ്പോഴും നമുക്കങ്ങനെ പോകാൻ പറ്റാണ്ടാവുമ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോൾ ഞങ്ങൾ പറയും നമുക്ക് ധ്യാനത്തിന് പോകാം. അപ്പോൾ ഞങ്ങൾ ധ്യാനത്തിന് പോകും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇത് വരുമ്പോൾ ഞാനപ്പോൾ അവിടേക്ക് പോകും. ധ്യാനം കൂടിയ സ്ഥലത്തേക്ക് വെള്ളിയാഴ്ചകളിൽ ഒരു ദിവസം ധ്യാനമാണ്. അപ്പോൾ അവിടെ പോയി ധ്യാനം കൂടി. അപ്പോൾ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷമായി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിലും വരും. നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ മുന്നേ പോണത് ഇപ്പം റിൻസി മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ പള്ളികളിലേക്കാണ് യാത്ര. കൊരട്ടിപ്പള്ളി, അന്തോണിസിനാട് പള്ളി, ഇപ്പോൾ ധ്യാനം കൂടിയ സ്ഥലത്ത്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കാറ്. നമ്മൾക്ക് കൂടുതൽ ദുഃഖം വരുമ്പോൾ ഇവിടങ്ങളിലൊക്കെ ഞങ്ങൾ പോയി കുറേ നേരം അവിടെ ഇരിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ പിള്ളേർക്കും സന്തോഷമായി കാര്യങ്ങൾ എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരും. സങ്കടം വരുമ്പോൾ ഞങ്ങൾ ഇതാണ് ചെയ്യണേ. സ്വന്തമായിട്ടൊരു ഭവനമില്ല, അത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. നമുക്ക് ഭവനമില്ല. ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്.
ഇപ്പോൾ ഭവനം ഇല്ലാത്തതിൻ്റെ ഒരു തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ കുറച്ച് സാമ്പത്തിക കടബാധ്യതകൾ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ്. പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകളായിരുന്നു കൂടുതൽ. ഇപ്പോൾ വൈഫിനാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അത് സർജറി എടുത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ആൾക്ക് തൊണ്ടയിൽ മുഴ വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണം. അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകണം. പിന്നെ മൂത്ത മകൾക്കാണെങ്കിൽ ജനിച്ചപ്പോൾ ഒരു കിഡ്നി ഉണ്ടായിരുന്നുള്ളൂ. അവളെ 7-ാം മാസത്തിലെടുത്തു. 900 ഗ്രാം ഉണ്ടായുള്ളൂ. PVS-ലായിരുന്നു. അപ്പോൾ അവൾക്കും ഈ പറഞ്ഞ വർഷാവർഷം 3ാമത്തെ വയസ്സിൽ സ്കാൻ ചെയ്തപ്പോൾ 2 കിഡ്നി ഉണ്ട്. പക്ഷെ അത് ഒരു കിഡ്നിക്ക് വളർച്ച കുറവാണ്. അപ്പോൾ നമുക്കത് വർഷാവർഷം അത് അമൃതയിലാണ് അതിൻ്റെ സ്കാനിങ് ഉള്ളത്, ന്യൂക്ലിയർ സ്കാനിങ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ കിഡ്നിക്ക് തകരാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെയും കൂടി മറ്റേ കിഡ്നിക്ക് കൂടി ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സാഹചര്യത്തിൽ മുന്നോട്ട് പോകണം. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. എത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവിന്നും കൂടി വന്നു. ഒരു കുട്ടി ഉണ്ടാവുന്നതും 2, 3, 4 കുട്ടി ഉണ്ടാവുന്നതും ഒക്കെ ഒരേപോലെയാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അങ്ങോട്ട് നടന്നു പൊക്കോളും. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിലല്ലോ, അത് ഞാൻ അന്നൊന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ. അന്നന്ന് വേണ്ടുന്ന ആഹാരം എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ആ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഈ നിമിഷം വരെ മുട്ടില്ലാതെ പോകുന്നുണ്ട്.